ാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. നേതാക്കൾ ഓരോരുത്തരായി എത്തിച്ചേരുന്നു. വൈകാതെ പ്രമോദ് നാരായണനും ഒപ്പം തന്നെ റോഷി അഗസ്റ്റിനും ഒക്കെ തന്നെ എത്തിച്ചേരും. അവരും ഒരുപക്ഷെ അവരുടെ നിലപാട് വീണ്ടും ആവർത്തിച്ച് പറയാൻ തന്നെയാണ് സാധ്യത. പ്രമോദിനെ സംബന്ധിച്ച് ഈ സഭകളുടെ സമ്മർദ്ദം ഉണ്ടായി എന്ന വിഷയത്തിൽ കൂടി അവരുടെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, അപ്പം ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇതുതന്നെയാണ്. ജോസഫ് വിഭാഗത്തിൽ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗം ഏതെങ്കിലും ഘട്ടത്തിൽ മുന്നണിയിൽ എത്തിയാൽ ഇപ്പോൾ നിൽക്കുന്നത് അവിടെ തോമസ് ചാഴിക്കാടൻ ഉൾപ്പെടെയുള്ളവർ, മുൻ എം പി കൂടിയാണ് അദ്ദേഹം. അങ്ങനെയുള്ളവരൊക്കെ എത്തുമ്പോൾ അവരുടെ പ്രതികരണത്തിന് ശ്രീജിത്ത് ശ്രമിക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായും എന്താണ് അവർക്ക് കൂടി പറയാനുള്ളത് എന്നത് കൂടി നമുക്ക് കേട്ടുനോക്കാം. ജോസഫ് വിഭാഗത്തിന്റെ ഒരു ആശങ്കയെ എങ്ങനെ മുതലെടുക്കാമെന്നതാണ് ഇടതുമുന്നണിയിലെ സജീവ ചർച്ച. അപ്പുറത്തേക്ക് ആരും ഒരു പ്രതികരണം നടത്തണ്ട എന്നുള്ളതാണ്. ഇല്ലില്ല, എന്നൊന്നും തീരുമാനമില്ല. ഞങ്ങൾ പാർട്ടി ചെയർമാനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചും അംഗീകരിച്ചും പോകുന്ന ആളുകളാണ്. ഇനി ഭാവിയിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോലും സാധ്യത ഇല്ല എന്നുള്ളതാണോ? അതെങ്ങനെയാ പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിന് അങ്ങനെ പറയാനായിരിക്കുന്ന കാര്യമായിരിക്കുന്നത് ഇല്ല, LDF തന്നെയാണ് എന്നുള്ളതാണ് ചെയർമാൻ പറഞ്ഞിട്ടില്ലേ. ഇനിയുള്ള കാര്യങ്ങളും ചെയർമാൻ തന്നെ പറഞ്ഞുള്ളൂ. തോമസ് ചാഴിക്കാടന്റെ പ്രതികരണമാണ് കണ്ടത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എല്ലാം ചെയർമാൻ, അതായത് ഇതിലുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അതാണ്. അതായത് പല നേതാക്കൾ പല പ്രതികരണങ്ങൾ നടത്തിയതിലൂടെ ഒരു ഭിന്നത പാർട്ടിക്കുള്ളിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് രാവിലെ സ്റ്റീഫൻ ജോർജും തോമസ് ചാഴിക്കാടനും ഒക്കെ പ്രതികരിച്ചത് എല്ലാം ചെയർമാൻ പറയും എന്ന നിലപാടിലേക്ക് എടുത്തത്. അതിനപ്പുറത്തേക്ക് അവർ സ്വന്തം നിലയിലൊരു മറ്റൊരു തീരുമാനം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് പ്രമോദ് നാരായണന്റെ ആ പ്രതികരണം പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിനും മാത്രമായി തുടരും എന്ന മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് ഇതെല്ലാം ഒരു കേരള കോൺഗ്രസ് ശൈലിക്ക് വിരുദ്ധമാണ് എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ ഒരുമിച്ച് നേതാക്കൾ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ ചെയർമാനെ കൊണ്ട് നിലപാട് പറയിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള നിലപാട് പറച്ചിൽ അത് പാർട്ടിയുടെ ഒരു ഭിന്നത തന്നെയാണ് തുറന്ന് കാട്ടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായ ശേഷം ഇതുണ്ടാക്കിയ ഒരു ഡാമേജ്, ഈ ചർച്ചകൾ ഉണ്ടാക്കിയ ഒരു ഡാമേജ് ഉണ്ട്. ആ ഡാമേജ് അത് ഇടതുമുന്നണിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്നുള്ളത് അതൊരു പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ആ തരത്തിലൊരു നിലപാട് മാറ്റത്തിലേക്ക്, പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിലപാട് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം കേരള കോൺഗ്രസിൽ നിലനിൽക്കുന്നു. അതായത് ജോസ് കെ മാണി വിഭാഗത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ആരംഭിക്കുന്നു. ഒപ്പം ജോസഫ് വിഭാഗത്തിന്റെ ഇന്ന് കൺവെൻഷൻ കൂടിയുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ വിജയിച്ചവരെ അനുമോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ ശ്രീജിത്ത്, നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഒരു കരുത്ത്, സാന്നിധ്യം അതൊക്കെ അറിയിക്കുക, അത് മുന്നണിയെ ബോധ്യപ്പെടുത്തുക. ഒപ്പം ഈ മുന്നണിക്കകത്തെ അസ്വാരസ്യങ്ങളിൽ ഉണ്ടാകുന്ന അതൃപ്തി പരസ്യമാക്കുക. ഇന്ന് ഈ കൺവെൻഷൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റില്ല എങ്കിൽ പോലും നേതാക്കളുടെ പ്രതികരണങ്ങളും അല്ലെങ്കിൽ അവർ അണികളോട് അഭിസംബോധന ചെയ്യുന്ന ബോഡി ലാംഗ്വേജുമൊക്കെ ഇന്ന് പ്രധാനപ്പെട്ടതായിരിക്കില്ലേ ജോസഫ് വിഭാഗത്തിൻ്റെ? തീർച്ചയായും അതൊരു പൊതു കൺവെൻഷനാണ്. മാമൻ മാപ്പിള ഹാളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. സ്വാഭാവികമായിട്ട് അവരുടെ രാഷ്ട്രീയം വ്യക്തമാക്കും. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം LDF ജോസ് കെ മാണി വിഭാഗം നിൽക്കുന്നു. ഇപ്പോഴത്തെ UDFും ജോസഫ് ഗ്രൂപ്പ്, അതായത് കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും ഒറ്റയ്ക്ക് തന്നെ കോട്ടയം ജില്ലയിലടക്കം ഭൂരിപക്ഷം പഞ്ചായത്തുകളും പിടിക്കുന്നു, ജില്ലാ പഞ്ചായത്തുകൾ പിടിക്കുന്നു, ബ്ലോക്ക് പഞ്ചായത്തുകൾ പിടിക്കുന്നു. ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ജോസ് കെ മാണി വിഭാഗത്തിന് പിന്നാലെ പോകുന്നത്? അത് കേവലം ജോസഫ് ഗ്രൂപ്പിന്റെ മാത്രം നിലപാടല്ല. കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് അത്രയൊരു നിലപാടുണ്ട്. അത് കാലങ്ങളായുള്ള നിലപാടാണ്. പ്രത്യേകിച്ച് ജില്ലയിൽ സീറ്റൊക്കെ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ നിരവധിയുണ്ട്. അവരുടെയൊക്കെ കൂടി അവസരം ഇല്ലാതാക്കുന്ന സാഹചര്യമായിരിക്കും അങ്ങനെ ഒരു നിലപാടുണ്ടായാൽ എന്നുള്ളതാണ്. പക്ഷേ സഭകളടക്കം തിരിച്ചറിയുന്നത് ഈ ജോസ് കെ മാണി വിഭാഗം അപ്പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വോട്ട് ഭിന്നിച്ചു പോകുന്നത് അത് UDFനല്ല ഗുണമാകുക, LDFനാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലമടക്കം അവർ ചൂണ്ടിക്കാട്ടുമ്പോൾ വിലയിരുത്തുമ്പോൾ ആ നിലയിലുള്ള ഒരു വ്യത്യാസമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതായി അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് സഭകൾ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നത്. അതിൽ പക്ഷേ പ്രതിസന്ധി ഉണ്ടാകുക ജോസഫ് വിഭാഗത്തിനാണ്. പക്ഷേ ജോസഫ് വിഭാഗത്തിൽ ഈ നേതാക്കൾക്കടക്കം സീറ്റ് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതുകൊണ്ട് തന്നെ
ആ ഒരു സാഹചര്യം കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും നേതാക്കൾ ഇന്ന് പ്രതികരണം നടത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ മോൻസ് ജോസഫും ഫ്രാൻസിസ് ജോർജും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോട്ടയത്ത് വ്യക്തമാക്കിയത് ഈ വേറൊരു പാർട്ടിയെ അവർ വന്നാൽ എടുക്കാം, പക്ഷെ അതിന്റെ ഒരു ആവശ്യം നിലവിലില്ല. അല്ലെങ്കിൽ തന്നെ UDF കരുത്തരാണ്, നിലവിലെ UDF തന്നെ കരുത്തരാണ് എന്ന നിലപാടാണ്. അങ്ങനെ ഒരു നിലപാട് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന്റെ പ്രധാന ഘടകം ഇത് തന്നെയാണ്. അതായത് നിലവിൽ ആ പാർട്ടിയിലുള്ള പല നേതാക്കൾക്കും സീറ്റ് നൽകാതാവുകയും ജോസ് കെ മാണി വിഭാഗം കൂടി വന്നാൽ ആ പാർട്ടി ശോഷിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. എന്തായാലും 11:30 ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വൈകാതെ അതിന് തൊട്ട് പിന്നാലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഉണ്ടാകും. വൈകുന്നേരം വരെയുള്ള യോഗമാണ്, 4 മണി വരെയാണ്. അതിനുശേഷം മറ്റ് അഭിപ്രായങ്ങളൊക്കെ ഉള്ളിൽ വന്നാൽ പോലും തീരുമാനം LDF എന്ന തീരുമാനത്തിലേക്ക് പോകും. പക്ഷേ ഈ വിഷയം പാർട്ടിക്ക് ഉണ്ടാക്കിയ ഒരു ഡാമേജ്, അത് ഈ ഭിന്നതകൾ അത് ചെറുതല്ല എന്ന് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് കൂടി ആ പാർട്ടി ആലോചിക്കുന്നുണ്ട്. യെസ്, അതാണ് എന്തായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വളരെ നിർണായകമാകുന്നു. മുന്നണി മാറ്റമില്ല എന്ന് പാർട്ടി ചെയർമാൻ തുറന്നു പറയുമ്പോൾ പോലും പലരുടെയും ശരീരഭാഷയിൽ നിന്ന് നമുക്ക് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. മുന്നണി ചെയർമാന്റെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിപ്പില്ല. പക്ഷേ ഈ ഒറ്റതിരിഞ്ഞുള്ള പ്രതികരണങ്ങൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇതെല്ലാം പാർട്ടിക്കുണ്ടാക്കുന്ന ഒരു ഡാമേജിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പാർട്ടി ചെയർമാൻ തന്നെ പറയുമ്പോഴും അങ്ങനെ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലായിരിക്കാം മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. പക്ഷേ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഈ സാഹചര്യമെല്ലാം ചർച്ച ചെയ്യുമെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നേക്കാം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ അംഗങ്ങൾക്ക് പൊതുവായ നിലപാടുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ, അതിനപ്പുറത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുമോ എന്നതായിരിക്കും ഇനിയും കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിൽ തുടരുമോ എന്നത് സംബന്ധിച്ച വിഷയത്തിൽ വ്യക്തത കൈവരിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടി മാറി അല്ലെങ്കിൽ മുന്നണി മാറി ഇടതുപക്ഷത്ത് നിന്ന് UDFിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് കൂടി നിർണായകമാകും. നിലവിൽ മത്സരിക്കുന്ന ഒരു സീറ്റുകളും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല എന്ന് ജോസഫ് ഗ്രൂപ്പ് പറയുമ്പോൾ പോലും ആ സീറ്റുകളിൽ മത്സരിക്കാൻ സാധിക്കുമോ, അതെയോ ഒരു 6-7 സീറ്റുകളിലേക്കൊക്കെ ജോസഫ് ഗ്രൂപ്പിന് ചുരുങ്ങേണ്ടി വരുമോ, അങ്ങനെ മുന്നണി മാറ്റം മാണി വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഇതൊക്കെയാണ് ഇനിയും ചർച്ചകളിൽ നിറയാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.